നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അപ്പോ ഇതാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് 6394 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 502 പേർക്കും രോഗബാധ, 542 പേർക്ക് രോഗമുക്തി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും പുലക്കാട്ടുകര പാലവും ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യുമെന്ന മന്ത്രി സി രവീന്ദ്രനാഥ്. പുതുക്കാട് മണ്ഡലത്തിലെ പദ്ധതി പ്രവർത്തന അവലോകന യോഗം ചേർന്നു. പ്രവൃത്തികൾ ആരംഭിച്ച് 1.5 വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്ത പുതുക്കാട് ബസാർ റോഡിൽ വ്യാപാരികൾ ദുരിതത്തിൽ. പുതുക്കാട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബസാർ റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടിട്ട് നാളുകൾ പിന്നിട്ടിട്ടും ശോച്യാവസ്ഥയ്ക്ക് മാറ്റമില്ലാതായതോടെ ആളുകളെത്താൻ മടിക്കുന്നത് വ്യാപാരികൾക്ക് തിരിച്ചടിയായി. അളഗപ്പ നഗർ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ആലയങ്ങാട് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പീച്ചാമ്പിള്ളി പുതിയ പാലത്തിന് സമീപം കൈപ്പിള്ളി ഗോപിയുടെ കൃഷി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. കോവിഡ് വാക്സിൻ ലഭിക്കാനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോണിലൂടെയും ഇമെയിൽ മുഖേനയും വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി പോലീസ്. തട്ടിപ്പിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പറപ്പൂക്കര പഞ്ചായത്തിൽ പുതിയതായി 15 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. കൊടകരയിൽ 9 പേർക്കും മറ്റത്തൂരിൽ 8 പേർക്കും മുരിയാട് 6 പേർക്കും ആളൂരിൽ 3 പേർക്കും അളഗപ്പ നഗർ നെന്മണിക്കര പഞ്ചായത്തിൽ 2 പേർക്ക് വീതവും വല്ലച്ചിറ തൃക്കൂർ പഞ്ചായത്തുകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് പുതിയതായി COVID-19 സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ബുധനാഴ്ച 502 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 542 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5255 ആണ്. തൃശൂർ സ്വദേശികളായ 82 പേർ മറ്റു ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 77,122 ആണ്. 71,315 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ബുധനാഴ്ച സമ്പർക്കം വഴി 495 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ ഒരാൾക്കും രോഗ ഉറവിടമറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 53 പുരുഷന്മാരും 32 സ്ത്രീകളും 10 വയസ്സിന് താഴെ 14 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമുണ്ട്. സംസ്ഥാനത്ത് 6394 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 1068, കോഴിക്കോട് 729, പത്തനംതിട്ട 666, കോട്ടയം 555, കൊല്ലം 548, തൃശൂർ 502, ആലപ്പുഴ 446, മലപ്പുറം 432, തിരുവനന്തപുരം 416, ഇടുക്കി 271, പാലക്കാട് 255, കണ്ണൂർ 219, വയനാട് 210, കാസർഗോഡ് 77 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. UK-യിൽ നിന്നും വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ അടുത്തിടെ UK-യിൽ നിന്നും എത്തിയ 43 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചു. ഇതിൽ ആകെ 6 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങളാണ് പുതിയതായി COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3209 ആയി. പുതിയതായി രോഗം സ്ഥിരീകരിച്ചവരിൽ 69 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 5723 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 551 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 51 ആരോഗ്യ പ്രവർത്തകർക്കും പുതിയതായി രോഗം ബാധിച്ചു. തൃശൂർ ജില്ലയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5110 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും പുലക്കാട്ടുകര പാലവും ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യുമെന്ന മന്ത്രി സി രവീന്ദ്രനാഥ്. പുതുക്കാട് മണ്ഡലത്തിലെ പദ്ധതി പ്രവർത്തന അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തൃക്കൂർ പഞ്ചായത്ത് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ, പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂൾ, കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയം, ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കും. കുറുമാലി പുഴയിലെ തടയണകളുടെ നിർമ്മാണം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു.
ചിമ്മിനി ഡാം റോഡിന്റെയും പുതുക്കാട് മുപ്പിളിയം കോടാലി റോഡ് നിർമ്മാണത്തിന്റെയും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ആരംഭിക്കാത്ത പദ്ധതികൾ ഉടനെ ആരംഭിക്കുന്നതിനുമുള്ള പ്രവർത്തന കലണ്ടർ യോഗത്തിൽ തയ്യാറാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം.ആർ. രഞ്ജിത്ത്, ലളിത ബാലൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ.എം. ബാബുരാജ്, ടി.എസ്. ബൈജു, ഇ.കെ. അനൂപ്, അശ്വതി വി.ബി, പ്രിൻസൻ തയ്യാലക്കൽ, എൻ. മനോജ്, അജിത സുധാകരൻ, മോഹനൻ തൊഴുക്കാട്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ പി.വി. ബിജി, വി.എസ്. മനീഷ, പി. റഫീഖ ബി.വി, എസ്.കെ. രമേശൻ, ജോജി പോൾ, പി.ടി. ജയ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി എം. വട്ടോലി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി.ആർ. അജയ് ഘോഷ് എന്നിവർ പങ്കെടുത്തു. പ്രവൃത്തികൾ ആരംഭിച്ച് 1.5 വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്ത പുതുക്കാട് ബസാർ റോഡിൽ വ്യാപാരികൾ ദുരിതത്തിൽ. പുതുക്കാട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബസാർ റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടിട്ട് നാളുകൾ പിന്നിട്ടിട്ടും ശോച്യാവസ്ഥയ്ക്ക് മാറ്റമില്ല. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകളെത്താൻ മടിക്കുന്നതോടെ വ്യാപാരികൾ തിരിച്ചടി നേരിടുകയാണെന്നാണ് പരാതി. ഏറെ തിരക്കേറിയ ബസാർ റോഡിന്റെ വീതി കുറവ് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വീതി കൂട്ടുന്നതോടെ ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ബസാർ റോഡിലെ തിക്കും തിരക്കും ഒഴിവാക്കാനാകുമെന്നും കച്ചവടം സുഗമമായി നടക്കുമെന്നും പ്രതീക്ഷിച്ച വ്യാപാരികൾക്കും പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് തിരിച്ചടിയാണെന്ന് ഇവർ പറയുന്നു. പൊളിച്ചിട്ട റോഡിലൂടെ വാഹനങ്ങൾ പ്രവേശിക്കാൻ വലിയ പ്രയാസമാണ്. ഇതിനൊപ്പം വാഹനക്കുരുക്ക് കൂടി രൂപപ്പെടുമ്പോൾ ആളുകൾ കടകളിലേക്ക് എത്താൻ മടിക്കുന്നത് ബസാർ റോഡിലെ കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. വരാനുള്ള അസൗകര്യം കൊണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പോലും ഇവിടുന്ന് മാറിപ്പോയി ഞങ്ങളുടെ ഉപജീവന മാർഗം പോലും ബുദ്ധിമുട്ടിലായിരിക്കുന്ന കാര്യത്തിലാണ് കാണുന്നത്. ഒരാളുടെ മാത്രമല്ല, ഇവിടെ ചെറുകിടക്കാരുണ്ട്, വൻകിടക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ എല്ലാവരുടെയും ജീവിതം തന്നെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ റോഡ് പണി മുഖാന്തരം. ഇനിയും എത്ര നാൾ നീണ്ടു നിൽക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല ഈ കാര്യത്തിൽ. ഇവർ പറയുന്ന ഒരു ഉറപ്പുകളും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ഉറച്ച തീരുമാനം അധികാരികൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾക്ക് കാലെടുത്ത് വയ്ക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഞങ്ങൾ സഹി കെട്ട് കഴിഞ്ഞു ഈ കാര്യത്തിന്റെ പേരിൽ. റോഡ് പണി തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. ഞങ്ങളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ എത്ര നാളിന് റോഡ് പണി തീർക്കാന്ന് പറയുന്ന സമയങ്ങളിൽ നമുക്ക് റോഡ് പണി തീരുന്നില്ല. ഇവിടെ വ്യാപാരികളെ സംബന്ധിച്ച് റോഡ് പണി ഇതല്ല എനിക്ക് പ്രശ്നം. ഒരു വ്യാപാരികളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ റോഡ് നിറയെ പൊടിയായിട്ട് ഞങ്ങളുടെ UPS സർവർ സാധനങ്ങളൊക്കെ പോകും. ഇപ്പം റോഡ് നന്നാക്കുന്നത് നല്ല കാര്യമാണ്. അതിന് നമുക്കതിന് അഭിപ്രായങ്ങളൊന്നുമില്ല. റോഡ് നന്നാവുന്നത് വ്യാപാരികൾക്കും എല്ലാവർക്കും തന്നെയാണ്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് അതിന് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് വ്യാപാരികൾ മൊത്തത്തിൽ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈലിട്ടാലും അതിന് പ്രത്യേക ഗുണം കിട്ടില്ല. ഈ ടൈലുകൾ പൊളിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വഴി തന്നെ നാശം വരും. വീണ്ടും നമ്മൾ തന്നെ അനുഭവിച്ചിട്ട് വരും. പ്രത്യേക അധികാരികളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കട അങ്ങാടിയിലാണ് നിൽക്കണേ. ഇവിടുന്ന് നമ്മളൊരു 2 വർഷമായിട്ട് 2.5 വർഷമായിട്ട് റോഡ് പണി തുടങ്ങിയതാണ്. 2.5 വർഷം എന്ന് പറഞ്ഞാൽ ദുരിതം തന്നെ ദുരിതം. നന്ദികരന്ന് കട നിർത്തി പുതുക്കാട് ഒരു കട തുടങ്ങിയതാണ്. ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരാൾ റോട്ട് കിടന്നു റോഡ്. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ ഒരു കുട്ടിയും കൂടി വീണിട്ട് ഞങ്ങളെ പിടിച്ചേൽപ്പിച്ച് വിട്ടെ ഈ ചെളിയിൽ. ഈ അവസ്ഥയ്ക്ക് 2 വർഷമായി. പൈപ്പിന് ഒരു സൈഡ് കയറും, അത് കഴിഞ്ഞാൽ പിന്നത്തെ കുറച്ച് കഴിയുമ്പോൾ റോഡ് പണിക്കാർ വന്ന് കയറും, പിന്നെ അവരെന്നെ അത് മൂടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ വന്ന് കയറും. ഇത് എന്താ ചെയ്യുന്നത് മനസ്സിലാവില്ല. ഒരാൾ ഈ റോഡിലൂടെ നടന്നല്ല കടയിലേക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. റോഡിന്റെ ഇരുവശങ്ങളിലെയും കാന നിർമ്മാണവും അശാസ്ത്രീയമാണെന്നാണ് പരാതി. ഉയരത്തിൽ നിർമ്മിച്ച കാനയിലൂടെ മഴ പെയ്താൽ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം കൂടി ഈ റോഡ് പണിയുണ്ട്. ഈ റോഡിന്റെ ഇതിനടിയിൽക്കൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോയിട്ടുണ്ട്. പിന്നെ KSEBിയുടെ കാലുകൾ ഇട്ടുണ്ട്. ഇത് രണ്ടും മാറ്റാണ്ടെന്ന് ഇപ്പോൾ ഒരു പണിയാണ്. ഇത് ഒരു പണിത് കഴിയുമ്പോഴേക്കും ഈ KSEBിയുടെ കാല് മാറ്റി വയ്ക്കാൻ വീണ്ടും ഒരു കുത്തിപ്പൊളിക്കും. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷന് വേണ്ടി വീണ്ടും കുത്തിപ്പൊളിക്കും. അപ്പോൾ വീണ്ടും ഈ പണി നീണ്ടു പോകും. അപ്പോൾ ഇത് സംയുക്തമായിട്ട് KSEB, PWD, വാട്ടർ അതോറിറ്റി ഇവർ 3 സംയുക്തമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്കേണ്ട ഇതിൻ്റെ പരിപാടി കഴിയും. ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടും ചെയ്യും. അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ജീവിതം ദുസ്സഹമാണ്. ഇതിനിടെ പൊളിച്ചിട്ട റോഡ് നിരപ്പാക്കാനായി റോളർ ഉപയോഗിച്ചതോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡിലൂടെ സഞ്ചരിക്കാനാകാത്ത സ്ഥിതിയുമായി. കാൽനട യാത്രക്കാരും ഇരുചക്ര യാത്രികരും വഴുതി വീഴുന്ന അവസ്ഥയാണുള്ളത്. പണികളും ആദ്യം അതിൻ്റെ കരിങ്ക് താഴ്ത്തുന്ന നടപടിക്രമങ്ങളായി അത് ഡ്രാഗ് ചെയ്ത് ഒരു കണക്കിന് അത് അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ റോഡ് 1.5 അടി താത്തി ടയർ വിരിക്കാനുള്ള സംരംഭമായിട്ട്. ഇത് വർക്ക് അവിടെ സ്തംഭിച്ച് നിന്നതിന് ശേഷം ഇപ്പോൾ
വർക്ക് തുടങ്ങാൻ പോകുമ്പോൾ വ്യാപാരികൾ ഇടപെട്ട് ഈ ഡിസംബർ 25-ാം തീയതി കഴിഞ്ഞിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അത് അവർ അംഗീകരിച്ചില്ല. എന്നിട്ട് പണി ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തും എത്താത്ത നിലയിൽ നിൽക്കുകയാണ്. റോഡ് പണിക്കൊപ്പം തന്നെ മാറ്റി സ്ഥാപിക്കേണ്ട ടെലിഫോൺ, വൈദ്യുത പോസ്റ്റുകളൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ലെന്നതാണ് മറ്റൊരു പരാതി. പണികൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ അപകട ഭീഷണിയാകും. ഇതിനു പുറമെ ബസാർ റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനുള്ള പോക്കറ്റ് റോഡുകളിൽ സ്റ്റെപ്പുകൾ നിർമ്മിച്ചതിനെതിരെയും പരാതികൾ ഉയരുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശിക്കാനാകും വിധം ഇവ മാറ്റി പണിയണമെന്നാണ് ആവശ്യം. റോഡിൻ്റെ പണി ഏകദേശം ഒരു വർഷത്തിലധികം പണി തുടങ്ങിയന്ന് മുതൽ ശാസ്ത്രീയമല്ല അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. താഴ്ത്തങ്ങാടിയിൽ വരുന്ന എല്ലാവർക്കും പരമാവധി എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം ആ രീതിയിലാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ പോക്കറ്റ് റോഡുകളിൽ നിന്നും മെയിൻ റോഡിൽ ചാടുന്ന കുറച്ച് സ്പേസുകളുണ്ട്. ഇവിടെ എല്ലാം സ്റ്റെപ്പാണ്. ബൈക്കുകളൊക്കെ ഓടി വന്ന നേരെ താഴത്തേക്ക് ചാടി അവിടെ ആക്സിഡൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിഗ്നൽ വയ്ക്കുക, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അശാസ്ത്രീയമായ കാലനിർമ്മാണം കൊണ്ട് മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ സ്ലാബ് വീഴുകയും അകത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഇത് താത്തിടാനായിട്ട് അവരോട് പറഞ്ഞിട്ടൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മഴ പെയ്താൽ എല്ലാ വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അവസ്ഥയാണ്. പുതുക്കാട്ടെ വ്യാപാര സ്ഥിര കേന്ദ്രമായ ബസാർ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ച് പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അധ്യക്ഷനായിരുന്നു. അളഗപ്പ നഗരപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസിൻ തയ്യാലക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് P ഗോപിനാഥൻ, K ഗോപാലകൃഷ്ണൻ, IJ ആന്റോ, തുളസീദാസൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 10 നടക്കുന്ന രാജ്ഭവൻ മാർച്ച് വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. അത് ശുഭോദാർക്കമായിട്ടുള്ള കാര്യമാണ്. NDC അധികാരികൾ പറയുന്നത് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന രീതിയിലെങ്കിലും പ്രവർത്തിച്ചു പോകണം എന്നതാണ്. അതിൽ അവർ വയ്ക്കുന്ന മാനദണ്ഡങ്ങളും നിബന്ധനകളും എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പൂർണ്ണ വിവരം പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ശമ്പളത്തിൽ കുറവുണ്ടാക്കലും ആനുകൂല്യങ്ങളിൽ കുറവ് ഉണ്ടാക്കുന്നതും ആയിരിക്കും. തീർച്ചയായും അതിനെ കൂടി ചെറുത്തുകൊണ്ട് മാത്രമേ തൊഴിലാളികൾക്കും തൊഴിലാളി യൂണിയനുകളും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ജീവിത സൂചിക അനുസരിച്ച് ജീവിത നിലവാരം. കല്ലൂർ ആലയങ്ങാട് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പീച്ചാമ്പള്ളി പുതിയ പാലത്തിനു സമീപം കൈപ്പിള്ളി ഗോപിയുടെ കൃഷി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. 3 മാസം പ്രായമുള്ള ഞാലിപ്പൂവൻ വാഴകളാണ് കാട്ടുപന്നികൾ പാടെ നശിപ്പിച്ചത്. വാഴകൾക്ക് ചുറ്റും നിർമ്മിച്ച പ്ലാസ്റ്റിക് വേലി തകർത്താണ് കാട്ടുപന്നികൾ അകത്തെത്തിയത്. സമീപത്തെ മറ്റു കൃഷിയിടങ്ങളിലും കാട്ടുപന്നിക്കൂട്ടം നാശം വിതച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിൻ ലഭിക്കാനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോണിലൂടെയും ഇമെയിൽ മുഖേനയും വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി പോലീസ്. പേര് രജിസ്റ്റർ ചെയ്യാൻ മുൻകൂർ പണമടയ്ക്കാനായി പേയ്മെന്റ് ലിങ്കുകൾ നൽകി പൊതുജനങ്ങളെ കബളിപ്പിക്കുകയും ആധാർ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയവ ആവശ്യപ്പെട്ട് അതിലൂടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തുകയുമാണ് ഇത്തരക്കാരുടെ രീതി. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെയോ സർക്കാർ ഏജൻസികളുടെയോ വെബ്സൈറ്റുകളോ അറിയിപ്പുകളോ മാത്രം ശ്രദ്ധിക്കുക. വ്യാജ ഇമെയിൽ സന്ദേശങ്ങളും ഫോൺ സന്ദേശങ്ങളും അവഗണിക്കണം. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിവരങ്ങളോ മറ്റുള്ളവർക്ക് നൽകരുത്. ഇത്തരത്തിൽ തട്ടിപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. ജില്ലയിൽ പക്ഷിപ്പനിയെ സംബന്ധിച്ച് കർഷകർക്ക് ഭയാശങ്കകൾ അകറ്റുന്നതിന് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലാണ് കൺട്രോൾ റൂം തുറന്നത്. പക്ഷികളുടെ കൂട്ടത്തോടെയുള്ള അസ്വാഭാവിക മരണം ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് തല വെറ്ററിനറി ഓഫീസറെ അടിയന്തരമായി പൊതുജനങ്ങൾ അറിയിക്കണമെന്ന് മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ OG സൂരജ അറിയിച്ചു. 048724242223 എന്ന നമ്പറിൽ വിളിച്ച് കർഷകർക്ക് സംശയങ്ങൾ ദൂരീകരിക്കാം. ജില്ലയിൽ കോൾ നിലങ്ങൾ ധാരാളമുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പഞ്ചായത്ത് തലത്തിൽ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട മാർഗരേഖ പ്രകാരം
എല്ലാ ജില്ലകളിലും നടപടി സ്വീകരിക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. H5N8 സബ് ടൈപ്പിലുള്ള വൈറസ് ബാധയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സബ് ടൈപ്പ് മനുഷ്യരിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഭയാശങ്കകൾ ആവശ്യമില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഫുജൈറയിൽ വെച്ച കയ്പമംഗലം സ്വദേശി സെയ്ദ് ഷാഫി തയ്യാറാക്കിയ ചിത്രത്തിന് URF ഏഷ്യൻ റെക്കോർഡ്. UAE രാഷ്ട്രപിതാവ് ഷൈഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ മുഖചിത്രമാണ് 33-കാരനായ ഈ യുവാവിനെ റെക്കോർഡിന് ഉടമയാക്കിയത്. ആണികളും സ്ക്രൂകളും ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഷാഫി ചിത്രം തയ്യാറാക്കിയത്. 17,000 സ്ക്രൂകളും 8,200 ആണികളും ഉപയോഗിച്ച 29 ദിവസങ്ങൾ കൊണ്ടൊരുക്കിയ UAE രാഷ്ട്രപിതാവിന്റെ മുഖചിത്രമാണ് റെക്കോർഡ് നേട്ടത്തിലെത്തിച്ചത്. ചിത്രത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിലെ ഏഷ്യൻ റെക്കോർഡ് ലഭിച്ചു. ഫുജൈറയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിൽ സെയിൽസ് ഉദ്യോഗസ്ഥനാണ് ഷാഫി. രാത്രി ജോലി കഴിഞ്ഞ് 8 മണി മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയമാണ് ചിത്രരചനയ്ക്ക് വിനിയോഗിച്ചത്. ഹലോ, ഞാൻ സെയ്ദ് ഷാഫി. ഫുജൈറയിലെ FGT എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കമ്പനിയാണ്. അപ്പോൾ സാധാരണ എല്ലാ നാഷണൽ ഡേക്കും ഞങ്ങളൊരു ടീമുണ്ട്. ഞാൻ അഫ്സൽ മുക്താദ്, ഇസ്ലാം പള്ളിയായിട്ട് ഞങ്ങളൊരു ടീമുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഷോർട്ട് ഫിലിമുകളാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണ കാരണം ഷോർട്ട് ഫിലിമൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം വേറെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാനുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽസായ ആണി, സ്ക്രൂ ഒക്കെ വെച്ചിട്ടൊരു ചിത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഇവിടുത്തെ മുതിറായിട്ട് സംസാരിച്ചപ്പോൾ അതിനുള്ള അനുമതി തന്നു. അങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിലേക്ക് വരുന്നത്. ഇതിനു മുൻപ് വരച്ച ഷൈഖ് സയ്യിദിന്റെ മറ്റൊരു ചിത്രം ഫുജൈറ മ്യൂസിയത്തിലുണ്ട്. മാത്രമല്ല, ഫുജൈറ ഭരണാധികാരി ഷൈഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയെ വരച്ചത് അദ്ദേഹത്തിന്റെ നേരിട്ട് കൊടുത്തിട്ടുമുണ്ട്. സുഹൃത്തുക്കൾ മുഖാന്തരമാണ് ഇക്കാര്യം ഫുജൈറ ഭരണാധികാരിയുടെ അടുത്തെത്തിച്ചത്. സിനിമ സീരിയൽ രംഗത്ത് അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായിരുന്ന സെയ്ദ് ഷാഫിയുടെ കയ്യിൽ 130 രാജ്യങ്ങളുടെ കോയിൻസും കറൻസികളും ശേഖരണമായുണ്ട്. പതിറ്റാണ്ടുകളായി തരിശുകിടന്ന പാടത്ത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ നെൽകൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് 100 മേനി. എടത്തിരുത്തി പൈനൂരിലെ 10 ഏക്കർ പാടത്താണ് യുവാക്കളുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം വിജയം കണ്ടത്. 30 വർഷത്തോളം തരിശായി കിടന്നിരുന്ന പൈനൂർ പാടത്ത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഷിൻഡു ശങ്കർ, കേതുൾ, വിശ്വജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യുവനിര പരീക്ഷണത്തിന് കൃഷി ഇറക്കിയത്. പച്ചക്കറി കൃഷി ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പ്രദേശത്തെ കർഷകരായ കുമാരന്റെയും സുരേഷ് ബാബുവിന്റെയും നിർദ്ദേശപ്രകാരം നെൽകൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. ഞങ്ങളെല്ലാവരും ബിടെക് കഴിഞ്ഞവരാണ്. ഞങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ ഹിറ്റ് ചെയ്തത്. ലോകത്തിൽ മൊത്തത്തിൽ കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നപ്പോൾ ജോലി നഷ്ടമായി എൻ്റെ. അപ്പോൾ ഞങ്ങൾ നാട്ടിലിങ്ങനെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. കൃഷി ചെയ്യാന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത് കേതുളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കൃഷിയാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം നമ്മൾ കുമാരേട്ടനെ കണ്ടപ്പോഴാണ് കുമാരേട്ടൻ നമ്മളെ ആകെ വഴി തിരിച്ചത്. കുമാരേട്ടൻ പറഞ്ഞു നമ്മളോട് നെൽകൃഷി തുടങ്ങാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ നെൽകൃഷിക്ക് ഇറങ്ങുന്നത്. അതെ, ഞങ്ങൾ ഇതിലിറങ്ങിയ പിന്നെ ഞങ്ങൾ എന്തായാലും ഇത് അടുത്ത വർഷം നമ്മൾ ചെയ്യുമെന്ന് കുമാരേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നാൽ പോലും ഞങ്ങൾ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങളെ ഇതായിട്ടുള്ള പിള്ളേരെ പോലും ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നഷ്ടം എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ നഷ്ടം എന്നുള്ള ഇതില്ല. നമ്മളുടെ ഒരു അധ്വാനം, നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞത് വേറൊരു തലത്തിലാണ് ഇതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഏർലി മോർണിംഗ് 6 മണിക്കൊക്കെ ഞങ്ങൾ ഇറങ്ങും കൃഷിക്ക്. അതായത് നിലമൊരുക്കലാണ് ഏറ്റവും വലിയ ഇതിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം നിലമൊരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള തൊഴിലാളികളെ വിളിച്ചിട്ടുണ്ടായില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പണിയെടുക്കായിരുന്നു. അപ്പോൾ കഷ്ടിച്ചൊരു 2 മാസത്തോളം നിലമൊരുക്കാൻ. യുവാക്കളുടെ 2 മാസത്തെ കഠിനാധ്വാനം തരിശുനിലത്തെ മികച്ച കൃഷിയിടമാക്കി മാറ്റി. കൃഷിയിൽ മുൻപരിചയമില്ലാത്ത ഇവർക്ക് മുന്നേറാൻ കഴിഞ്ഞത് ആത്മവിശ്വാസത്തോടെയുള്ള കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണെന്ന് കർഷകനായ കുമാരൻ പറയുന്നു. ഞാൻ ഇവിടെ വിറമ്പ് കളക്കിയായിരുന്നു ഈ നിലത്തിൽ. അപ്പോഴൊന്ന് ഈ കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, കൃഷിപ്പണിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ പണി ഒരുങ്ങി, നിങ്ങൾ പടിഞ്ഞാറ് പാടത്ത് ആ സ്ഥലം ഒരുക്കണമെങ്കിൽ നമുക്ക് അതിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ തുടങ്ങി. പക്ഷേ ഇത് ഞാറിട്ട് നട്ട് കഴിഞ്ഞ് 15 ദിവസം ഇത് മുങ്ങിക്കിടന്നു. ഇതൊന്നും കിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു.
ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കുറച്ച് ഞാറ് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു ഉയർന്ന സ്ഥലത്ത്. അത് പറിച്ച് ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പിൻവാങ്ങി പോകുന്നു. പക്ഷെ ഇവർ പിന്മാറിയില്ല. ഇവർ ഓരോ ഞാറും കുത്തി വീണ്ടും പൊടിപ്പിച്ചെടുത്തു. അതിൽ ഒരു കുട്ടികൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്മാറിയില്ല. ഇവരെവിടെ ചെന്നാലും വിജയിക്കും. യുവാക്കളുടെ കൂട്ടായ്മയുടെ വിജയം നാട് കൊയ്ത്തുത്സവമാക്കി മാറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. കർഷകരായ കുമാരനെയും സുരേഷ് ബാബുവിനെയും ചടങ്ങിൽ MLA പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൃഷി ഒഴിയാനല്ല, കൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനല്ല കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ കൃഷിയിലേക്ക് വരണം, കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടണം. തരിശ് രഹിത തൃശ്ശൂർ ജില്ല, തരിശ് രഹിത എടത്തിരുത്തി, തരിശ് രഹിത കയ്പമംഗലം, തരിശ് രഹിത കേരളം. കാലാവസ്ഥാ റിപ്പോർട്ട്. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ. അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇനി ചില അറിയിപ്പുകൾ. ജില്ലയിലെ പട്ടികജാതിയിൽപ്പെട്ട വനിതാ സംഘങ്ങളിൽ നിന്ന് ജാമ്യരഹിത വായ്പയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന 3 ലക്ഷം രൂപ വരെ പദ്ധതി തുകയുള്ള കുടുംബശ്രീകൾക്കാണ് ജാമ്യരഹിത വായ്പ അനുവദിക്കുക. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 048723315556. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് 2020-21 അധ്യയന വർഷത്തെ ലാപ്ടോപ്പിന് അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന പ്രവേശന പരീക്ഷകളിലൂടെ സർക്കാർ അംഗീകൃത കോളേജുകളിൽ 2020-21 വർഷം 1ാം വർഷ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയിൽ ജനുവരി 31 മുൻപായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0487364900. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4800 രൂപയും പവന് 38,400 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. കുന്നുമക്കര ഗംഗാധരൻ ഭാര്യ ദേവകി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലത, ജയ, ജിഷ, ഷാജ എന്നിവർ മക്കളും മണിലാൽ, ശ്രീനിവാസൻ, ശ്രീജ, പരേതനായ വിശ്വംഭരൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് 6394 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 502 പേർക്കും രോഗബാധ, 542 പേർക്ക് രോഗമുക്തി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും പുലക്കാട്ടുകര പാലവും ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യുമെന്ന മന്ത്രി സി രവീന്ദ്രനാഥ്. പുതുക്കാട് മണ്ഡലത്തിലെ പദ്ധതി പ്രവർത്തന അവലോകന യോഗം ചേർന്നു. പ്രവൃത്തികൾ ആരംഭിച്ച് 1.5 വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്ത പുതുക്കാട് ബസാർ റോഡിൽ വ്യാപാരികൾ ദുരിതത്തിൽ. പുതുക്കാട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബസാർ റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടിട്ട് നാളുകൾ പിന്നിട്ടിട്ടും ശോച്യാവസ്ഥയ്ക്ക് മാറ്റമില്ലാതായതോടെ ആളുകളെത്താൻ മടിക്കുന്നത് വ്യാപാരികൾക്ക് തിരിച്ചടിയായി. അളഗപ്പ നഗർ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ആലയങ്ങാട് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പീച്ചാമ്പിള്ളി പുതിയ പാലത്തിന് സമീപം കൈപ്പിള്ളി ഗോപിയുടെ കൃഷി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു.
കോവിഡ് വാക്സിൻ ലഭിക്കാനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോണിലൂടെയും ഇമെയിൽ മുഖേനയും വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി പോലീസ്. തട്ടിപ്പിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്.